സംസ്ഥാനത്തെ പൊതുഗതാഗത രംഗത്ത് നിർണായക മാറ്റങ്ങളുമായി കേരള സ്റ്റേറ്റ് റോഡ് ഡിപ്പാർട്ട്മെന്റ് കോർപ്പറേഷൻ. ദീർഘദൂരം സർവീസുകളിൽ യാത്രക്കാർക്ക് ആവശ്യപ്പെടുന്ന സ്ഥലത്ത് തന്നെ ഇറങ്ങാൻ സാധിക്കുന്ന സ്റ്റോപ്പ് ഓൺ റിക്വസ്റ്റ് സംവിധാനം ഉടൻ പ്രാബല്യത്തിൽ വരുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ അറിയിച്ചു. കൊട്ടാരക്കര ബസ് സ്റ്റേഷനിലെ പുതിയ ബസ് ടെർമിനലിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ദീർഘദൂരം സർവീസുകൾ നടത്തുന്ന KSRTC ബസ്സുകളിലാണ് സ്റ്റോപ്പ് ഓൺ റിക്വസ്റ്റ് സംവിധാനം നടപ്പാക്കുക. 20 രൂപ അധിക ചാർജ് നൽകിയാൽ യാത്രക്കാർക്ക് യാത്രക്കിടയിൽ ആവശ്യപ്പെടുന്ന സ്ഥലത്തിറങ്ങാൻ സാധിക്കുന്നതാണ് ഈ പുതിയ സംവിധാനം. KSRTCയുടെ മൊബൈൽ ആപ്പിലൂടെയാണ് യാത്രക്കാർക്ക് ഈ സൗകര്യം മുൻകൂട്ടി തിരഞ്ഞെടുക്കാൻ കഴിയുക. ഉത്സവകാലങ്ങളിൽ ദീർഘദൂര സർവീസുകളുടെ ബുക്കിംഗിനെ അനുസരിച്ച് ടിക്കറ്റ് നിരക്കിൽ വ്യത്യാസം ഉണ്ടാകുന്ന രീതിയിൽ പുതിയ സോഫ്റ്റ്വെയർ സംവിധാനവും ഒരുക്കിയിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. തിരക്ക് കൂടുന്ന സീസണുകളിൽ സർവീസുകൾ കാര്യക്ഷമമായി ക്രമീകരിക്കുന്നതിനാണ് ഈ സംവിധാനം പ്രയോജനപ്പെടുത്തുക. അതോടൊപ്പം കൂടുതൽ മിനി ബസ് സർവീസുകൾ ആരംഭിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കഴിഞ്ഞ 5 വർഷത്തിനിടയിലാണ് സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ KSRTC ബസ് സ്റ്റാൻഡുകൾ നവീകരിക്കപ്പെട്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്തെ എല്ലാ KSRTC ബസ്സുകളിലും 13 രൂപ നിരക്കിൽ കുടിവെള്ളം ലഭ്യമാകുന്ന സംവിധാനവും ഉടൻ നടപ്പിലാക്കുമെന്ന് മന്ത്രി അറിയിച്ചു. കൊട്ടാരക്കര ബസ് സ്റ്റേഷനിലെ ആധുനിക സൗകര്യത്തോടു കൂടിയ പുതിയ ബസ് ടെർമിനലിന്റെ നിർമ്മാണമാണ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഈ പദ്ധതിക്കായി MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 2.50 കോടി രൂപയും പ്ലാൻ ഫണ്ടിൽ നിന്ന് 15.60 കോടി രൂപയും ഉൾപ്പെടെ മൊത്തം 18.10 കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം നടത്തുന്നത്. ചടങ്ങിൽ ധനകാര്യമന്ത്രി KN ബാലഗോപാലൻ അധ്യക്ഷത വഹിച്ചു. കൊട്ടാരക്കരയുടെ വികസനത്തിന് പുതിയ ബസ് ടെർമിനൽ ഒരു പുതിയ നേട്ടമാണെന്നും ഇത് നഗരത്തിന്റെ തിലകുക്കുറിയായി മാറുമെന്നും മന്ത്രി വ്യക്തമാക്കി. ബസ് ടെർമിനലിനൊപ്പം ഗ്യാരേജ് നിർമ്മാണത്തിനും ആവശ്യമായ തുക അനുവദിച്ചിട്ടുണ്ടെന്നും സംസ്ഥാനത്തെ മറ്റ് പ്രധാന ബസ് ടെർമിനലുകളുടെ നവീകരണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു. അതേസമയം വിഴിഞ്ഞം, എറണാകുളം എന്നിവിടങ്ങളിൽ പുതിയ ബസ് സ്റ്റാൻഡുകൾ നിർമ്മിക്കുമെന്നും മന്ത്രി പ്രഖ്യാപിച്ചു. കൊട്ടാരക്കരയിൽ ദേവസ്വം വിശ്രമ കേന്ദ്രത്തിന്റെ നിർമ്മാണവും ഉടൻ ആരംഭിക്കും. ഇതോടൊപ്പം ഒരേ സമയം ഏകദേശം 1500 പേർക്ക് ജോലി ചെയ്യാൻ കഴിയുന്ന 1,47,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള ITI പാർക്ക് നിർമ്മാണവും അടുത്ത ഘട്ടത്തിൽ ആരംഭിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. ചടങ്ങിനോടനുബന്ധിച്ച് നെല്ലിക്കുന്നം, ചെപ്ര, ഉമ്മന്നൂർ, വാളകം വഴി കൊട്ടാരക്കരയിലേക്ക് സർവീസ് നടത്തുന്ന പുതിയ KSRTC ബസിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മവും ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ നിർവഹിച്ചു. യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യങ്ങളും സുരക്ഷയും ഉറപ്പാക്കുന്ന പുതിയ പരിഷ്കാരങ്ങളിലൂടെ KSRTCയെ ആധുനികവും ജനസൗഹൃദവുമായ പൊതുഗതാഗത സംവിധാനമായി മാറ്റുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി വ്യക്തമാക്കി.